അല്ലാഹ് 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 അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിലെ മൂന്നാമത്തെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെയും തറാവീഹിനെയും മറ്റ് സുഹൃതങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, മൂന്നാമത്തെ തറാവീഹിൻ്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മലക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് കിട്ടുമെന്നാണ്. ഏതെങ്കിലും ഒരു മലക്കിൻ്റെ പ്രാർത്ഥനയല്ല, അർശിനോട് ചേർന്നിരിക്കുന്ന മലക്കിൻ്റെ പ്രാർത്ഥന. അതിന് പ്രത്യേകതയുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സിംഹാസനത്തിനോട് അർശിനോട് ചേർത്ത് നിർത്തുന്ന മലക്കുകൾ, അവർക്ക് പ്രത്യേകതയുണ്ട്. അവർക്ക് ആ മഹത്വമുള്ളത് കൊണ്ടാണ് അവരെ അങ്ങനെ ചേർത്ത് നിർത്തിയേക്കുന്നത്. അങ്ങനെ ആ അർശിനോട് ചേർന്ന് നിൽക്കുന്ന മലക്കിൻ്റെ പ്രാർത്ഥന മൂന്നാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന എന്ന് ഇൻഷാ അല്ലാഹ് പറയാം. അതിനു മുമ്പായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും മഗ്ഫിറത്തും മർഹമത്തൊക്കെ കിട്ടുന്നതിനോടൊപ്പം തന്നെ മലക്കുകളുടെ പ്രത്യേകമായ സ്നേഹവും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് മലക്കുകൾ ഒരു സഹാബിയെ സ്നേഹിച്ച സംഭവം പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുആവിയത്തുൽ ലൈത്ത് റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോയ സാഹചര്യത്തിൽ, തബൂക്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. ആ സമയത്ത് പ്രഭാതം കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സൂര്യൻ്റെ കിരണങ്ങളെല്ലാം അപ്രത്യക്ഷമായി. സൂര്യഗ്രഹണം ബാധിച്ചാലുണ്ടാകുന്ന സാഹചര്യം പോലെ സൂര്യന് വല്ലാത്ത മങ്ങൽ ഏൽക്കുകയാണ്. സൂര്യൻ്റെ കിരണങ്ങൾ അപ്രത്യക്ഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് അന്വേഷിച്ചു, എന്താണ് സംഭവം? സൂര്യൻ്റെ കിരണങ്ങളെല്ലാം അപ്രത്യക്ഷമായല്ലോ, എന്താണ് ലോകത്ത് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി, നബിയെ, മദീനയിൽ മുആവിയത്തുൽ ലൈത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായിരിക്കുകയാണ്. സഹാബികൾക്കിടയിൽ വലിയ സുപ്രസിദ്ധനൊന്നുമല്ലാത്ത മുആവിയത്തുൽ ലൈത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിൽ ഇങ്ങനെ പ്രപഞ്ചത്തിനൊരു മാറ്റം സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, മുആവിയത്തുൽ ലൈത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസയിലേക്ക് 70,000 മലക്കുകൾ ചിറക് വിരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ മറയാനുള്ള കാരണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 70,000 മലക്കുകൾ സന്തോഷത്തോടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ബി കസറത്തി ഖിറാഅത്തി സൂറത്തുൽ ഇഖ്ലാസ്. മഹാനായ മുആവിയത്തുൽ ലൈത്ത് റളിയല്ലാഹു തആല അൻഹു സദാസമയവും തനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുന്ന ആളെ മലക്കുകൾക്ക് വലിയ പ്രിയമാണ്, വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയിലേക്ക് മലക്കുകൾ പോകുന്നതാണെന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം മറുപടി പറയുകയുണ്ടായി. ബഹുമാനികളെ, മലക്കുകളുടെ സ്നേഹം കിട്ടുക, അവരുടെ പ്രാർത്ഥന കിട്ടുക എന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതിലുള്ള ഒരു കാര്യമാണ് റമദാൻ ഷരീഫിലെ മൂന്നാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആൾ. ആ ആൾക്ക് അള്ളാഹുവിൻ്റെ അർശിനോട് ചേർന്ന് നിൽക്കുന്ന മലക്ക് പ്രാർത്ഥിക്കുമെന്ന ആ മലക്ക് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇസ്തഅ്നിഫിൽ അമല, ഇനി അമലുകൾ നീ തല തുടങ്ങുക. ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, നിന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരട്ടെ. അല്ലാഹു തആല നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, നീ ഇനി മുതൽ തല തുടങ്ങിക്കൊള്ളുക. ഇനി അങ്ങോട്ട് എന്താണ്, അതിനെക്കുറിച്ചാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അർശിൻ്റെ താഴെയുള്ള അർശിനോട് ചേർന്ന് നിൽക്കുന്ന മലക്ക് ഈ റമദാൻ ഷരീഫിലെ മൂന്നാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനോട് ചേർന്ന് നിൽക്കുന്ന ആ മലക്കിൻ്റെ പ്രാർത്ഥന കിട്ടുന്ന തറാവീഹ് നിസ്കാരക്കാരിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جمال